ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാം, ആർക്കിടെക്ചർ ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ അതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാവണം. ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും ആവേശമാണ്. കാരണം ലക്ഷ്യങ്ങൾ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായതിലൂടെയാണ് എൻ്റെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നത്. ഞാനും ഒരു സാധാരണ ആളുകളെപ്പോലെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ മാനേജ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ടായപ്പോൾ, ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടായപ്പോൾ, എന്ത് ചെയ്യണമെന്ന് വ്യക്തത വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പ്രചോദനം ലഭിച്ചു തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പ്രചോദനം ലഭിച്ചു തുടങ്ങും. 1 വർഷത്തിന് ശേഷം, 3 വർഷത്തിന് ശേഷം, 5 വർഷത്തിന് ശേഷം എന്നെ ഞാൻ എങ്ങനെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതാണ് നിങ്ങളുടെ ലക്ഷ്യം. നമ്മൾ സംസാരിക്കുന്നത് റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. ഈ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്, വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. പല ആളുകളും ഗോൾ സെറ്റ് ചെയ്യാറുള്ളത്, എവിടേക്ക് എത്തണമെന്ന് തീരുമാനിക്കാറുള്ളത് മറ്റു പല ആളുകളെയും നോക്കിക്കൊണ്ടാണ്. അല്ല, നിങ്ങൾ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് യുണീക്കായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാൻ അനുവദിക്കുക. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ലക്ഷ്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. അതിന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്കെന്താണ് വേണ്ടത്? ഞാൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത്? എന്താണ് എൻ്റെ ദൗത്യം? ഇതിന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്തുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും എവിടേക്ക് എത്തണമെന്ന് വളരെ ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യണം. ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തം ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും കൃത്യമായ ഗോളുകൾ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഈ ഗോളുകളെ കണ്ടെത്തേണ്ടത്? നിങ്ങൾ സ്വസ്ഥമായി ഒരു സ്ഥലത്തിരിക്കുക, ഒരു പേപ്പറും ഒരു പേനയുമായിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കുക. 1 വർഷത്തിന് ശേഷം ഞാൻ എങ്ങനെയാവുമ്പോഴാണ് എനിക്കെന്നോട് കൂടുതൽ സ്നേഹം തോന്നുന്നത്? എൻ്റെ ഫാമിലിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാവണം? എൻ്റെ സാമ്പത്തികമായ അവസ്ഥ എന്താവണം? അതുപോലെ തന്നെ സമൂഹവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാവണം? എൻ്റെ ആരോഗ്യം എങ്ങനെയാവണം? എൻ്റെ കരിയർ അല്ലെങ്കിൽ ബിസിനസ് ഏത് നിലയിലെത്തുമ്പോഴാണ് എനിക്ക് എന്നോട് കൂടുതൽ സ്നേഹം തോന്നുക, എന്നോട് കൂടുതൽ റെസ്പെക്റ്റ് തോന്നുക? അതായിരിക്കണം നിങ്ങളുടെ ഗോളുകൾ. നിങ്ങൾക്ക് ചെറിയ കാലത്തേക്കുള്ള ഗോളുകളും വലിയ കാലത്തേക്കുള്ള ഗോളുകളും ആവശ്യമാണ്. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഓരോ വ്യക്തിക്കും ഈ ഗോളുകൾ ഉണ്ടാവും. ഗോളുകൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രം പോരാ, എഴുതി വെക്കണം. ഒരു പേപ്പർ എടുത്തുകൊണ്ട് നിങ്ങൾ എഴുതുക, എന്താണ് എനിക്ക് വേണ്ടത്? എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് എങ്കിൽ അതിനർത്ഥം അത് നേടിയെടുക്കുവാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ
നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് എങ്കിൽ അതിനർത്ഥം അത് നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അത് നേടിയെടുക്കുവാനുള്ള ഒരു ഡിസേർവബിലിറ്റി, യോഗ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നോട്ട് പോവുക, ഊർജത്തോടുകൂടി മുന്നോട്ട് പോവുക, ആർജവത്തോടുകൂടി മുന്നോട്ട് പോവുക. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷനുകൾ എടുക്കുക. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾ എഴുതി വെക്കണം. അത് വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കണം. വീണ്ടും വീണ്ടും അത് കണ്ടുകൊണ്ടിരിക്കണം. അതിനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഫീലിംഗാണ് ആ ഗോളിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞത് ലക്ഷ്യത്തെക്കുറിച്ചാണ്. ലക്ഷ്യമില്ലാത്ത ആളുകൾ പലപ്പോഴും പ്രശ്നങ്ങളിലേക്കാണ് പോവുക. പ്രശ്നങ്ങൾ അവരുടെ ലക്ഷ്യമായി മാറും. മറ്റുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കും. അതല്ല വേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നിർണ്ണയിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മാത്രമാവുക. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷനുകൾ എടുക്കുക. എന്തൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷനുകളാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുവാൻ പോകുന്നുണ്ട്. ഈ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ എഴുതി വച്ചിട്ടുള്ള ഗോളുകളെ വ്യക്തമായി കൃത്യമായി വിഷ്വലൈസ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക, അതിനെ ഫീൽ ചെയ്യുക, അതിനെ ആസ്വദിക്കുക. ആ ലക്ഷ്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ നടന്നതിന് ശേഷമുള്ള ആഘോഷങ്ങൾ, സെലിബ്രേഷൻസുകൾ നടത്തുക. എല്ലാവർക്കും നല്ല ലക്ഷ്യങ്ങളുള്ള നല്ല ഒരു ജീവിതം നേരുന്നു. ഞാൻ നിങ്ങൾക്കൊപ്പം അൻവർ സാം, ആർക്കിടെക്ചർ ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്. താങ്ക് യു.